ആരോഗ്യം. കാരണം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാത്ത പോലുള്ള റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വെസ്റ്റീജിന്റെ സപ്ലിമെന്റ്സ്. കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും ഫേവറേറ്റ് എന്റെ നമ്മുടെ വെസ്റ്റീജിന്റെ സപ്ലിമെന്റ്സ്. അപ്പൊ ഫസ്റ്റ് പറയാനുള്ള എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോനാണെങ്കിൽ എല്ലാ ഒരു മാസം 2 മാസം കൂടുമ്പോ ഒക്കെ എനിക്ക് എന്റെ മോനെ കഫും കോൾഡും ഒക്കെ വന്ന് വരും. അപ്പൊ ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പറഞ്ഞ് നമ്മുടെ ഇവിടെ ദുബൈയിലൊക്കെ ഹോസ്പിറ്റലിൽ നല്ല എക്സ്പെൻസ്. നമുക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പിന്നെ വേണ്ട. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരൊക്കെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാം. പക്ഷെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല നാട്ടിലത്തെ 10,000 15,000 ഒക്കെ ആകും എക്സ്പെൻസസ്. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ് ആയിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സപ്ലിമെന്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആംലയും പഞ്ച് തുളസി. ആംലയും പഞ്ച് തുളസി ഞാൻ ഫസ്റ്റ് ഒക്കെ ഞാൻ ഈ ഒരു ബിസിനസ് കണക്ട് ആകുന്നതിന് മുമ്പ് നമ്മുടെ ദുബൈയിലൊക്കെ ഈ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മുടെ പ്രൊഡക്ട്സുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അന്നേരം എല്ലാം വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ്സ് അല്ല, വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ഡിഷ് വാഷ് ആയാലും നമ്മുടെ മെഷീനിൽ ഒഴിക്കുന്ന നമ്മുടെ ലിക്വിഡ് ആയാലും എല്ലാം ഞാൻ അങ്ങനെ ഉപയോഗിച്ചു. പക്ഷെ ഞാൻ കഴിക്കുന്ന സാധനം പറഞ്ഞ സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പം സപ്ലിമെന്റ്സ് ഉപയോഗിച്ച ഫസ്റ്റ് ഞാൻ എന്റെ മോനും ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഒരു ദിവസം കോൾഡ് വന്നപ്പോ ഇതുപോലെ ഉപയോഗിച്ചു ആംലയും പഞ്ച് തുളസി. അപ്പൊ നല്ല റിസൾട്ടായി. എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്റെ ഹസ്ബൻഡിന് കൊളസ്ട്രോൾ ആയിരുന്നു. അപ്പൊ കൊളസ്ട്രോളിന് അങ്ങനെ ഫ്ലാക്സ് ഓയിൽ ഉപയോഗിച്ചു. അങ്ങനെ റൈസ് ബ്രാൻ ഓയിൽ വാങ്ങി അങ്ങനെ ഉപയോഗിച്ചപ്പോഴത്തേന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് കൊളസ്ട്രോളിന് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. 290 ഉള്ള കൊളസ്ട്രോൾ ഏകദേശം 140 നെക്സ്റ്റ് മന്ത് ആയപ്പോഴത്തേന്. അങ്ങനെ ഞാൻ ഓരോ സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് എനിക്ക് വണ്ടർഫുൾ റിസൾട്ട് ആയിരുന്നു കിട്ടിയത്. കാരണം എനിക്ക് പറയാൻ വയ്യ എത്ര എനിക്ക് അൺലിമിറ്റഡ് റിസൾട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ എന്റെ മോനെ ഈ പനിയും ചുമയൊക്കെ എല്ലാ മാസം 1-2 മാസം കൂടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്ലിമെന്റ്സ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് അവന് കൊടുക്കാൻ തുടങ്ങി. സ്പൈറുലീന ഡെയിലി ഓരോന്ന്. അതുപോലെ തന്നെ ആംല, പഞ്ച് തുളസി, പിന്നെ കൊളസ്ട്രോൾ ഇതെല്ലാം കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഇപ്പം ഞാൻ ഈ ബിസിനസ് കണക്ട് ആയ പിന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേ ഇല്ല. 1.5 വർഷമായി ഞാനിപ്പോ ഈ ബിസിനസ് ആയിട്ട് കണക്ട് ആയിട്ട്. ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നിട്ടേ ഇല്ല. ഞാൻ വളരെ ഹാപ്പിയായി. കാരണം അത്രയും ഒരു വലിയൊരു എക്സ്പെൻസ് എനിക്ക് ചുരുക്കാൻ പറ്റും. നല്ല ഒരു ആരോഗ്യം എനിക്ക് എന്റെ ഫാമിലിയിൽ എന്റെ മോന് കിട്ടി. അതുപോലെ ഹസ്ബൻഡിന് കിട്ടി. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൈക്ക് പെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ CMD പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുത്തിച്ചു. കാരണം ഇവിടെ ഇപ്പം സപ്ലിമെന്റ്സ് നമുക്ക് കിട്ടാനില്ല. പിന്നെ എനിക്ക് ആവശ്യം എന്തെങ്കിലും ഉള്ളപ്പോ ഞാൻ സാറിനോട് അങ്ങനെ വാങ്ങാറ്. സാറിന്റെ കൈ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ സപ്ലിമെന്റ്സ് വാങ്ങാറുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോ അങ്ങനെയൊക്കെയാ ഭയങ്കര കഷ്ടപ്പെട്ട സപ്ലിമെന്റ്സ് നാട്ടിൽ നിന്ന് ഇവിടെ അവൈലബിൾ ആക്കുന്നത്. കാരണം ഇപ്പൊ ഒരു സപ്ലിമെന്റ്സ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം ഞാനിപ്പം വിചാരിക്കുന്ന നേരത്തെ ഈ ബിസിനസ് ആയിട്ട് കണക്ട് ആകേണ്ടിയായിരുന്നു. അന്നേരമൊക്കെ സപ്ലിമെന്റ്സ് അവൈലബിൾ ഉണ്ടായിരുന്നു ഓഫീസില്, ദുബായ് ഓഫീസില്. പക്ഷെ ഇപ്പം അവൈലബിൾ അല്ല. എന്നാലും ഞാനിപ്പം മാക്സിമം സപ്ലിമെന്റ്സ് എല്ലാം എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വണ്ടർഫുൾ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് കെയർ പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഒരു ഓയിൻമെന്റ്. ഏതൊരു നമുക്ക് വേദന വന്നാലും ബാക്ക് പെയിൻ ആയാലും ലെഗ് പെയിൻ ആയാലും വെസ്റ്റ് കെയറിന് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എനിക്കും എന്റെ ഹസ്ബൻഡ് ബാക്ക് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ. അപ്പൊ ഈ ഒരു വെസ്റ്റ് കെയർ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. കാരണം അതിനുള്ള യൂസ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വേറെ ഉപയോഗിച്ചു. ഞങ്ങൾ രണ്ടാളും നല്ല റിസൾട്ട്. ഒരു ദിവസം കൂടെ തന്നെ നല്ല മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ ലെഗ് പെയിൻ ഒരു ദിവസം വന്നപ്പോ അത് ഉപയോഗിച്ചു. ആ വേദന എവിടെ പോയെന്ന് പോലും അറിയില്ല. നമ്മൾ പെയിൻ കില്ലർ കഴിച്ച് മാറുന്ന പോലുള്ളതായിരുന്നു ആ ഓയിൻമെന്റ് പറ്റിയിട്ട് നെക്സ്റ്റ് ഡേ ആയപ്പോ കിട്ടിയ റിസൾട്ട്. കാരണം അത്രയ്ക്ക് നല്ല നമ്മുടെ ആ വെസ്റ്റ് കെയർ ഓയിൻമെന്റ്. അതുപോലെ തന്നെ പറയാനുള്ളത് ഞാൻ ഫുഡ് കെയർ നമ്മുടെ വെസ്റ്റ് ഫീജിൽ തന്നെ ഫുഡ് കെയർ ഉണ്ട്. ആ ഫുഡ് കെയർ എനിക്കാണെങ്കിൽ ക്രാക്ഡ് ഹീൽഡ് ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് ഈ വിന്റർ സീസൺ ഒക്കെ ആകുമ്പോഴത്തേന് തണുപ്പ് സമയം ആകുമ്പോ എന്റെ കാലിന്റെ വിണ്ടൊക്കെ കീറാറുണ്ട്. അപ്പൊ ഞാൻ ആ ഫുഡ് കെയർ യൂസ് ചെയ്തു. എനിക്ക് 1 വീക്കും കൂടെ ആ ഫുഡ് കെയറിലെ പറഞ്ഞ് നമ്മുടെ ആ കാല് പൊട്ടുന്ന ഭാഗം മൊത്തം ക്ലിയർ ആയി. കാരണം അത് കാല് നല്ലപോലെ കഴുകിയിട്ട്
രാത്രി കിടക്കാൻ നേരം ഞാൻ ആ ഓയിൻമെന്റ് കാല് പരട്ടിയിട്ട് സോക്സ് ഇട്ടിട്ട് അങ്ങനെ ഒരാഴ്ച അത് പരട്ടിയപ്പോ വണ്ടർഫുൾ റിസൾട്ട് ആയിരുന്നു. ആ കാലിലെ പൊട്ടലെല്ലാം മാറി. നല്ല നല്ല ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ പിന്നെന്താ പറയാനുള്ള പിന്നെ പറയാനുള്ള പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച്. എന്റെ മോനാണെങ്കിൽ ഇങ്ങനെ ഫുഡൊന്നും അധികം കഴിക്കത്തൊന്നുമില്ല, മെലിഞ്ഞിട്ടായിരിക്കുന്നു. അപ്പൊ ഞാൻ അവന് ഈ പ്രോട്ടീൻ പൗഡർ മേടിച്ചു കൊടുത്തു. അവന് പറഞ്ഞു അവന് വേണമെന്ന്. അങ്ങനെ മേടിച്ചു കൊടുത്തപ്പോ എനിക്ക് നല്ല റിസൾട്ട്. അവന് പിന്നെ ആ പ്രോട്ടീൻ പൗഡർ പാലിനകത്ത് ഇട്ട് കൊടുത്തപ്പോ അവന് നല്ല വിഷം തോന്നി. പിന്നെ ഇച്ചിരി ബോഡിയൊക്കെ ഇച്ചിരി നന്നായി. ഇപ്പൊ റീസെന്റ് കിട്ടിയ റിസൾട്ടാ. ഞാൻ വളരെ ഹാപ്പിയായി. പക്ഷെ ഇപ്പം എന്തോ ആ പ്രൊഡക്റ്റ് ഇപ്പം എന്റെ കയ്യിൽ ഇല്ല. കാരണം പ്രോട്ടീൻ പൗഡർ തീർന്നു പോയി. ഇനിയിപ്പം നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലേ വരുത്താൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ ദുബായ് ഓഫീസിൽ ഇല്ലാത്ത കാരണം ഭയങ്കര പാടാ. ഞാൻ എപ്പോഴും ചിന്തിക്കും നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്ത് ലക്കിയാ, എല്ലാവർക്കും എല്ലാ സപ്ലിമെന്റ്സ് കിട്ടും. നമ്മൾ ഓരോ സപ്ലിമെന്റ്സിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുക. പിന്നെ സാറിന്റെ കയ്യിലുള്ള സപ്ലിമെന്റ്സ് ഒക്കെ ഞാൻ പോയി വാങ്ങാറുണ്ട്. പക്ഷെ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം. പിന്നെ വേറെ ഇപ്പൊ ഞാൻ റീസെന്റ് വൈറ്റമിൻ സിയുടെ ജെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ച്. അഷ്യൂറിന്റെ എനിക്ക് ഫേസിൽ ഈ പിമ്പിൾ ഒക്കെ വരും, കുഞ്ഞു കുഞ്ഞു പിമ്പിളും പാടൊക്കെ. അപ്പൊ ഞാനിപ്പോ 2 വീക്സ് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാന്. നല്ല റിസൾട്ട്. ആ പിമ്പിൾസ് കുഞ്ഞു കുഞ്ഞു ഫേസിൽ ഉണ്ടായിരുന്നെ അത് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. നല്ല മാറ്റം വരുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ഫുൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫേസ് പാക്ക്, നമ്മുടെ അഷ്യൂർ ഫേസ് പാക്ക് നല്ല അത് നമ്മൾ ആ ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫേഷ്യൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഗ്ലോവും ആ ഡ്രൈനെസ് എല്ലാം മാറി നല്ല റിസൾട്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫേസിൽ നമുക്ക് തോന്നും ആ ഫ്രഷ്നെസ് ഫീലും ഗ്ലോവും എല്ലാം. അതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടിയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അഷ്യൂർ ഷാംപൂ പരത്തി അങ്ങനെ ഡാൻഡ്രഫ് മാറിക്കിട്ടി. അങ്ങനെ ഇത്രയും റിസൾട്ട് എനിക്ക് പറയാനുള്ള. അതെനിക്ക് കുറെ റിസൾട്ടുകളുണ്ട്. പക്ഷെ വേറെ ആൾക്കാർക്കും അവസരം കൊടുക്കണമല്ലോ, ഞാൻ തന്നെ പറഞ്ഞാൽ പോരാ. അപ്പൊ ഇത്രയാ എനിക്ക് പറയാനുള്ള. അപ്പൊ എല്ലാരും എല്ലാ സപ്ലിമെന്റ്സും നമുക്ക് ഇവിടെ കിട്ടാൻ്റെ ഒരു സങ്കടമുണ്ട്. നിങ്ങൾക്ക് അവിടെ എല്ലാ അവൈലബിലിറ്റി ഉണ്ട്, എല്ലാ പ്രൊഡക്ട്സ്. അപ്പൊ എല്ലാരും ഉപയോഗിക്കണം. ഏറ്റവും ഇഷ്ടം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് സപ്ലിമെന്റ്സ് ആ എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ എല്ലാത്ത പ്രൊഡക്ട്സിനേക്കാളും. ഞാൻ മാക്സിമം എല്ലാ സപ്ലിമെന്റ്സും ഉപയോഗിക്കാറുണ്ട്. പിന്നെ കിട്ടാത്തതിന്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ശതാവരി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പീരിയഡ്സിന്റെ സമയത്ത് ക്രാംസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ ആ ശതാവരി കഴിച്ചപ്പോഴത്തേന് എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്. നേരത്തെക്കാല് ഫുള്ള് മാറിയിട്ടില്ല, എന്നാലും ഒത്തിരി മാറ്റമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പഞ്ച് തുളസി CMD ഒക്കെ ഉപയോഗിക്കും. CMD പറഞ്ഞാൽ ഞാൻ ഡെയിലി ഉപയോഗിക്കാറുണ്ട്. അത് സ്റ്റോക്ക് ആക്കി വെച്ചേക്കും. ഇപ്പം കൊണ്ടുവന്ന സ്റ്റോക്ക് തീരാറായി. ഞാൻ ഷാജി സാറിനോട് പറയുമായിരുന്നു CMD എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സാറെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ പ്രൊഡക്ട്സുകൾ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ പ്രൊഡക്ട്സ് വന്നേ അത് മാത്രമേ ഉള്ളൂ. പിന്നെ വെസ്ലിൻ പ്രൊഡക്ട്സ് അത് മാത്രമേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കാത്ത. ബാക്കി എല്ലാ പ്രൊഡക്ട്സുകൾ ഞാൻ ഉപയോഗിച്ച് എനിക്ക് അമേസിങ് റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഇൻകമിനേക്കാൾ കൂടുതൽ നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ സാധിച്ചല്ലോ. അതാ എനിക്ക് കൂടുതലും ഇതിനകത്തുള്ള ഒരു പ്ലസ് പോയിന്റ് എനിക്ക് കിട്ടിയത്. ഓക്കെ, സോ ഇത്രയായ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ താങ്ക് യു ഓൾ. ബാക്ക് ടു ബീമ മാഡം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ മാമിന്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അടുത്ത ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് കണ്ണൂരിലുള്ള അനുശ്രീ മാമിനെയാണ്. അപ്പോൾ അനുശ്രീ മാമിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അതിനായിട്ട് ഞാൻ അനുശ്രീ മാമിനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അനുശ്രീ മാം ഓൺ ദ പ്ലാറ്റ്ഫോം. അനുശ്രീ. ഓക്കെ മാം, താങ്ക് യു അബി മാം. എന്നെ നല്ല രീതിയിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തു. എൻ്റെ പേര് അനുശ്രീ. പുതിയ ആൾക്കാർക്ക് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയായി കണക്ട് ആയിട്ട് 7 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പം ശ്രീജ മാം പറഞ്ഞ പോലെ എനിക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് നല്ലൊരു ആരോഗ്യം തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യം ഒരു വരുമാനം കാരണം ഞാനൊരു ഹൗസ് വൈഫാണ്. ഹസ്ബൻഡിന് ഡെക്കറേഷനാണ് ജോലി. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കണം എന്നൊരു ചിന്തയോട് കൂടിയാണ് ഞാൻ ഈ ഒരു വെസ്റ്റീജിലേക്ക് വന്നത്.
അപ്പൊ എനിക്ക് ആദ്യം തന്നെ നല്ലൊരു റിസൾട്ട് ആരോഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഫസ്റ്റ് റിസൾട്ട് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കാര്യത്തിലാണ്. അവന് 1 വയസ്സ് തൊട്ടേ മെലിഞ്ഞിട്ടാണ്, ഭക്ഷണം ഒന്നും കഴിക്കൂല, ചോറ് കഴിക്കൂല, ഒരുവിധം കുട്ടികൾ കഴിക്കുന്ന ഒരു വസ്തുക്കളും അവൻ കഴിക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഷാഹിദ് സാറിനോട് ഇങ്ങനെ എൻ്റെ മോനെ കുറിച്ച് പറഞ്ഞു. അത് എനിക്ക് പറഞ്ഞു തന്നാണ് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്. എല്ലാവർക്കും അറിയില്ല, പുതിയ ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. ഇതാണ് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്. ഇതിലൊരു വിറ്റാമിൻ ഗമ്മീസ് ഇത് ഡെയിലി ഓരോ തവണ ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ 7 മാസമായിട്ട് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്ത അന്ന് തൊട്ട് ഞാൻ അവന് ഈ ഒരു മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 7 മാസമായി അവൻ ഇത് ഉപയോഗിക്കുന്നു. നല്ലൊരു മാറ്റം ഉണ്ട് പറഞ്ഞാൽ അവനിപ്പോ ചോറ് കഴിക്കും, മുട്ട കഴിക്കാത്ത മോനായിരുന്നു, മുട്ട കഴിക്കും, പഴം കഴിക്കും, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. നല്ല വെയിറ്റും കൂടിയിട്ടുണ്ട്. 11 മാറാത്ത ഒരു കുട്ടിയാണ്, അതിന് വെയിറ്റ് 11 മാറാത്ത ഒരു കുട്ടിയാണ്. ഇപ്പം ഏകദേശം 14ലേക്ക് കയറിയിട്ടുണ്ട്. അത് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് നല്ല നല്ല അസുഖങ്ങൾ വരാറുണ്ട്, മൈഗ്രെയിൻ, പിന്നെ തലചുറ്റല്, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ ഡെയിലി എനിക്ക് ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ ചെലവ് ഇനി എന്റെ മോർണിംഗ് കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവലാണ്. അപ്പൊ ഇപ്പൊ 7 മാസമായി ഞാൻ ഈ ഒരു വെസ്റ്റിലേക്ക് വന്നിട്ട്. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കാൻ, ഹോസ്പിറ്റലായാലും പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും എന്നോട് ചോദിക്കാൻ തുടങ്ങി. അവിടുത്തെ നേഴ്സുമാരൊക്കെ ചോദിക്കാൻ തുടങ്ങും, എന്നിപ്പോ കാണാറേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ അതിന്റെ ഒരു ആവശ്യമില്ല, നല്ലൊരു ആരോഗ്യമാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ പറഞ്ഞു. പിന്നെന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡിന് നടുവേദന, അധികം നടുവേദന വരാറുണ്ട്. അപ്പോ നമ്മുടെ വീട്ടിലത്തെ മൂവും മാർക്കറ്റിൽ കിട്ടുന്ന മൂവും ബോളിനി അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെസ്കെയർ അത് വാങ്ങിയിട്ട് ഏട്ടന് ഉപയോഗിച്ചു. ഇപ്പൊ നടുവേദനയില്ല, ആള് നല്ല ഹാപ്പി ആയിട്ട് പണിക്ക് പോകുന്നുണ്ട്. പിന്നെ ഡെയിലി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിരിക്കും. ഡെക്കറേഷന്റെ പണി പറഞ്ഞാൽ പന്തലിന്റെ മുകളിലൊക്കെ കയറിയിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലോ, അപ്പൊ നല്ല ക്ഷീണമാണ്. പുള്ളിക്കാരൻ എപ്പോഴും കിടക്കലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഷാഹിദ് സാറിനോട് ചോദിച്ചു. ഷാഹിദ് സാർ എനിക്ക് പറഞ്ഞാണ് സ്പൈറലിന. അദ്ദേഹത്തിന് ഇപ്പം 7 മാസമായി ഒരു സ്പൈറലിന കൊടുക്കുന്നു. അദ്ദേഹം വളരെ ആരോഗ്യവാനാണ്, നല്ല രീതിയിൽ പിന്നെ വർക്ക് ചെയ്യാനാവുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് പിന്നെ ഇങ്ങനെ നല്ലൊരു എല്ല് പെയിൻ, നല്ലൊരു കാലുവേദന, നടുവേദന, അങ്ങനെ എല്ലാവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, മോളെ നിന്റെ വെസ്റ്റിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സ്പൈറലിന വാങ്ങിക്കൊടുത്തു, പിന്നെ വെസ്കെയർ വാങ്ങിക്കൊടുത്തു. അതിലും നല്ലൊരു റിസൾട്ടാണ് എൻ്റെ അച്ഛന് കിട്ടിയിട്ടുള്ളത്. പിന്നെ റൈസ് ബ്രാൻ ഓയിൽ, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പിന്നെ വെളിച്ചെണ്ണ, അതിനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാലോ നല്ല മായം അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ അച്ഛന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞ് നല്ല മാറ്റമുണ്ട്. പിന്നെ എൻ്റെ ആരോഗ്യം, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇപ്പം മാല ഇട്ടിട്ടായില്ലേ, അപ്പൊ ശബരിമല പോകേണ്ട ഒരു മാല ഇട്ടിട്ടായില്ലേ. ആ ഒരു സീസൺ ടൈമിൽ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റാറില്ല. അപ്പൊ അമ്മയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. ഇപ്പൊ ഈ ഒരു വെസ്റ്റിന്റെ ഈ ഒരു ഫുഡ് സപ്ലിമെന്റ് എല്ലാ ഇതും ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് ഹസ്ബൻഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ ഒരു വെസ്റ്റിലേക്ക് എത്താൻ തുടങ്ങിയത്. പിന്നെ പുതിയ വന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒരു വരുമാനം ആഗ്രഹിച്ചായിരിക്കും എല്ലാവരും ഇതിലേക്ക് എത്തുക. പക്ഷെ ഇതിന് വരുമാനത്തെക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്നത് നല്ലൊരു ആരോഗ്യമാണ്. പിന്നെ നമുക്ക് എൻ്റെ ഹെയർ നന്നായിട്ട് കൊഴിയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അലോവേരാന്റെ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചു. പിന്നെ നെയിൽ ആൻഡ് ഹെയർ അതിന്റെ ക്യാപ്സ്യൂൾ ഒക്കെ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ എനിക്ക് എല്ലാവിധ ആരോഗ്യവതിയാണ്. ഇപ്പം എൻ്റെ ഫാമിലി ആയാലും ഞാനായാലും എൻ്റെ അച്ഛനായാലും അമ്മയായാലും മോനായാലും എല്ലാവരും നല്ലൊരു ഹാപ്പിയിലായുള്ളത്. പിന്നെ പറയാനുള്ളത്, എനിക്ക് കിട്ടിയ ഈ ഒരു ഭാഗ്യം എൻ്റെ ഫാമിലിക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ ഫാമിലി ഞാൻ ഒന്നുമല്ല, ബിഗ് സീറോ ആണ്. സ്വന്തമായിട്ടൊരു ജോലിയോ ഒന്നുമില്ല, ഒരു വീടോ അങ്ങനൊന്നും ഇല്ലാതെ പല ഇതിലും ഞാൻ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇനി എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ പറ്റുന്നില്ലത്.
നല്ലൊരു ഇതിലേക്ക് പോകാൻ പറ്റുന്നില്ല ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് ദയവായിട്ട് എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് ഒരിക്കൽ പോലും ഒരു കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി വഴിയാണ് ഞാൻ ഈ ഒരു വെസ്റ്റേജിലേക്ക് എത്തിയത്. അപ്പൊ എനിക്ക് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, എല്ലാവർക്കും നല്ലൊരു ആരോഗ്യവും നല്ലൊരു വരുമാനവും കിട്ടാനായിരിക്കും എല്ലാവരും ഇതിലേക്ക് വന്നത്. പിന്നെ വെച്ചാൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു, നിർത്തുന്നു. 100% ഇത്രത്തോളം തന്നെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് അനുശ്രീ മാഡം പറഞ്ഞു. എല്ലാം അനുശ്രീ മാഡത്തിന്റെ സ്വപ്നങ്ങളെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി 100% പൂവണി ചെയ്യാനായിട്ട് സാധിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് വന്നത്. കാരണം ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും ഇതുമായിട്ട് കണക്ട് ആക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഡെയിലി വരുന്നു അല്ലെ, അതെല്ലാം നമ്മൾ നോ പറയുന്നില്ലേ? ഇതെന്തുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു? അപ്പോ അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ വിജയം വെസ്റ്റീജിലൂടെയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കമ്മിറ്റ്മെന്റോടുകൂടി. കാരണം ഒന്നുമല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ലഭിക്കാത്തത്, ലക്ഷങ്ങൾ കൊടുത്താൽ പോലും കിട്ടാത്തതാണ് നല്ലൊരു ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു ആരോഗ്യം, അതിലൂടെ ഒരു വലിയൊരു വെൽത്തും ക്രിയേറ്റ് ചെയ്യാൻ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഓരോരുത്തരും കടന്നു വന്നത്. അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് ഇപ്പൊ ഓരോരുത്തരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ്. അപ്പോ അനുശ്രീ മാഡത്തിനുള്ള നന്ദി നമുക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോണത് ആലപ്പുഴയിൽ നിന്നുള്ള ആദർശ് സാറിനെയാണ്. അപ്പോ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടി. ആദർശ് സാർ ഫ്രം ആലപ്പുഴ ഓൺ ദ പ്ലാറ്റ്ഫോം. സാർ പ്ലീസ് വെൽക്കം. ആദർശ് സാർ, ഹലോ. ആലപ്പുഴയല്ല, ആലപ്പുഴയാണ് എന്നോട് പറഞ്ഞ സ്ഥലം. ആലപ്പുഴയല്ല, ഞാൻ കൊല്ലാണ്. ഓക്കെ സാർ, ഓക്കെ. കൊല്ലത്താണ് ജോയിൻ ചെയ്യുന്നത്. സാർ പറഞ്ഞോളൂ. ഞാൻ വെസ്റ്റീജിൽ എത്തുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ്. ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത് സ്വാതി വിജയൻ എന്ന് പറയുന്ന മേഡാണ്. മേഡം ഇടയ്ക്ക് കുറച്ചു നാളത്തേക്ക് ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. ഇപ്പോഴേ എൻ്റെ അപ്ലൈൻ എന്ന് പറയുന്നത് നീതു മാഡമാണ്. നീതു മാഡം ഒരു അപ്ലൈൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ജോലിയുടെ രീതി എന്ന് പറയുന്നത് ഓഡിറ്റ് വിഭാഗത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഓരോ ബ്രാഞ്ചും ഒരു ബ്രാഞ്ചിൽ ഒരു 2 ആഴ്ച. ഇപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നവരുടെ ജോലിയെ കുറ്റപ്പെടുത്തുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഫ്രണ്ട്ലി ആവുന്നു, അവരുടെ കുറേ കുറ്റങ്ങളൊക്കെ അവിടെ എഴുതി വെക്കുന്നു, അവരെ വിട്ടു പോകുന്നു. അപ്പോൾ ഞാനൊരു ജോലിയുടെ രീതിയിൽ ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ തുടരുകയാണ്. എല്ലാ പ്രോഡക്ട്സും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ജോയിൻ ചെയ്ത ആ മാസം തൊട്ട് തന്നെ കൺസിസ്റ്റൻസി ചെയ്യുന്നുണ്ട്. പ്രോഡക്ട്സ് എൻ്റെ മക്കൾക്കെല്ലാം ഈ എല്ലാ പ്രോഡക്റ്റും അവരും ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സിറിയൽ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവരും ഈ വെസ്റ്റീജിനോടൊപ്പം ഹാപ്പിയാണ്. അവരെല്ലാം ഇത് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൂടെ ആരും ഒന്നിങ്ങനെ ഷെയർ ചെയ്യുന്ന അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്താത്തത്. ഞാനും പ്രോഡക്ട്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ കസ്റ്റമേഴ്സിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പോയതിൽ അവരുടെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടാണ് ഈ കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും കുറേ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം പ്രോഡക്ട്സ് ഒക്കെ നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു കാര്യം ആരും എന്നോട് പറഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ആദർശാന്ന് വിചാരിച്ചപ്പോൾ വേറെ ആരോ ഞാൻ വിചാരിച്ചത്. ഞാൻ എന്തായാലും വെസ്റ്റീജിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ
കൂടുതലായിട്ട് പോകുന്നു പറയുന്നില്ല. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ തുടരുകയാണ്. അവരുടെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരു വരുമാനം എത്തുക എന്നുള്ളതാണ്. ഞാനിപ്പോ എനിക്ക് ജോലി ഉണ്ട് എങ്കിലും വർഷങ്ങൾ കഴിയുമ്പോൾ വിരമിക്കേണ്ടി വരും. അപ്പോഴ് എൻ്റെ ഏക ഒരു ഡ്രീം പറയുന്നത് വെസ്റ്റിയിലൂടെ ഒരു വരം നേടുക എന്നുള്ളതാണ്. ഒരുപാട് ഡ്രീംസ്, എൻ്റെ സ്വപ്നങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞാലും എൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാണ്. ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ വെസ്റ്റിനോടൊപ്പം ഈ യാത്ര തുടരുക തന്നെ ചെയ്യും, ഏത് ഘട്ടത്തിലും. ഓക്കെ, സോ മച്ച്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സാറ് ഈ ഒരു എക്സ്പീരിയൻസ് സാർ പറഞ്ഞു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് മാഡത്തിനെയാണ്. അപ്പോൾ ആർഷ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആർഷ മാഡം ഫ്രം കണ്ണൂർ ഓൺ ദ പ്ലാറ്റ്ഫോം. പ്ലീസ് വെൽക്കം മാഡം. എന്റെ പേര് ഹർഷ. എന്റെ സ്ഥലം കണ്ണൂർ തലശ്ശേരി എന്നാണ്. എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചത് സുമേഷ് സാർ ആയിരുന്നു. 1 month ആയി ഞാൻ ഇതില് ജോയിൻ ചെയ്തിട്ട്. അപ്പൊ ഞാൻ സെൽഫായിട്ട് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ഹോം കെയർ പ്രോഡക്ട്സ് ആയിരുന്നു വാങ്ങിയത്. പിന്നെ എന്റെ കസിന് ശതാവരി പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവക്ക് പീരിയഡ്സിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, റെഗുലർ പീരിയഡ്സ് അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഓരോ പ്രോഡക്റ്റിന്റെ ഞാൻ സ്റ്റാറ്റസ് ഇടലുണ്ടായിരുന്നു. വെസ്റ്റേജിന്റെ ഓരോ പ്രോഡക്ട്സ് വിത്ത് ക്യാപ്ഷൻ അടക്കം ഞാൻ എല്ലാം സ്റ്റാറ്റസ് ഇടുമ്പോൾ അവർ കാണുന്ന ആൾക്കാർ ചോദിക്കും സംഭവം എന്താന്ന് ചോദിച്ചിട്ട്. അങ്ങനെയായിരുന്നു എന്റെ കസിന് ചോദിച്ചത് ശതാവരിന്റെ ഇത്. അപ്പോ എനിക്ക് സപ്ലിമെന്റ്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തമൻ സാറ് ശതാവരി എങ്ങനെയാ എടുക്കേണ്ടത് എന്നൊക്കെ ഗൈഡ് ചെയ്തായിരുന്നു, എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. ഇതിന്റെ മുമ്പേ എന്റെ കസിന് വേറെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതില് വലിയ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടാവില്ല, കാരണം അവരാരും ഗൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിലിപ്പോ സാറ് വന്നിട്ട് അവരടുത്തെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ചോദിച്ചപ്പോ പുള്ളിക്കാർക്ക് എല്ലാ പ്രോബ്ലംസും ഉണ്ട്. സാറ് ചോദിച്ചില്ല, അവർക്ക് വണ്ണം ഉണ്ട്, പിന്നെ ചീക്സ് ഒക്കെ തടിച്ചിട്ടാണ്, പിന്നെ ഹെയർ ഫോള്, പിന്നെ ദേഷ്യപ്പെടാൻ, അനാവശ്യമായിട്ട് ദേഷ്യപ്പെടും, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം പിന്നെ എല്ലാ പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അങ്ങനെ സാർ പറഞ്ഞു വൈറ്റമിൻ ഡി കുറച്ച് കുറവാണ്, ശരീരത്തില് ടോക്സിക് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മളെ ബോഡിയുടെ അകത്ത് കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പൊ അവരുടെ ശരീരത്തിൽ ഒട്ടും വെള്ളമില്ല, വൈറ്റമിൻ ഡി കുറവായിരുന്നു. അങ്ങനെ സാറ് ശതാവരി എടുക്കുമ്പോൾ വൈറ്റമിൻ ഡിയും കൂടി എടുക്കാൻ പറഞ്ഞപ്പോ ആളടുത്ത് റിസൾട്ട് ചോദിച്ചപ്പം പറഞ്ഞായിരുന്നു അവർക്ക് ഡിസ്ചാർജ് ഉണ്ടാവില്ല നമുക്ക് ഗേൾസ് ലേഡീസിന് തന്നെ. അപ്പൊ അതും പിന്നെ മൂഡ് സ്വിങ്സ് ഒക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. നല്ല റിസൾട്ട് ആണെന്ന് പറഞ്ഞത്. അപ്പോ അതിനുശേഷം ഹോം കെയർ ഇവിടെ എന്റെ കസിന് തന്നെയാണ്, അവര് പേസ്റ്റ് ഹസ്ബൻഡിന് ഇങ്ങനെ പല്ല് കറ ഉണ്ട് പറഞ്ഞിട്ട് ഗാനോ പേസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആള് മെസ്സേജ് ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേസ്റ്റിന്റെ. അവരിതിനു മുമ്പേ വേറൊരു പേസ്റ്റ് കൊടുത്തു. കമ്പയർ ടു ആ പേസ്റ്റിന് ഈ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആദ്യം അവർക്ക് യൂസ് ചെയ്തപ്പോ എന്തോ പുണ്ണ് വരുന്ന മാതിരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്രശ്നമൊന്നും ഇല്ല, കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നോണ്ട് അവർക്ക് നല്ല മാറ്റം ഉണ്ട് അത്ര. അപ്പൊ അതും പിന്നെ അതുപോലെ തന്നെ വേറെ ഡിറ്റർജന്റ് ലിക്വിഡ് ആയിക്കോട്ടെ, പൗഡർ, അങ്ങനത്തെ എല്ലാം നല്ല നല്ല പ്രോഡക്ട്സ് ആണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ താരന്റെ ഷാംപൂ അതുപോലും 2 കസ്റ്റമറാണ് പോസിറ്റീവായിട്ട് പറഞ്ഞത്, നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളിപ്പോ ഓരോ കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുമ്പോഴാണല്ലോ നമുക്കും കുറച്ചൊരു ക്രൈസ് ഉണ്ടാവുക, വേറൊരു ആൾക്ക് പറഞ്ഞു കൊടുക്കാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോ ഈ താരന്റെ ഷാമ്പൂ ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഓരോ പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം 1 month അല്ലേ ആയിട്ടുള്ളൂ. ഞാൻ എല്ലാ പ്രോഡക്ട്സും വാങ്ങി യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രോഡക്ട്സും നല്ലതാണ്. ഞാൻ കൊടുത്ത എല്ലാ പ്രോഡക്ട്സിലും ഇതുവരെ നെഗറ്റീവായിട്ട് ആരും പറഞ്ഞിട്ടില്ല, പോസിറ്റീവായിട്ടായിരുന്നു. കാരണം ആദ്യം ഞാൻ ഇങ്ങനെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പുറത്തുള്ളവര് നെഗറ്റീവായിട്ട് എന്നാ പറയാ, നമുക്കൊരു ക്രേസ് ഉണ്ടാവില്ല. നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തിട്ട് അവരെന്ത് പറയും
എന്നുള്ളത്. പക്ഷെ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വെസ്റ്റീജിലുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സൺസ്ക്രീനും ഫേസ് വാഷിനെ പറ്റിയിട്ട് മറന്നത് പറയാന്. ഫേസ് വാഷ് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് അവര് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതായിരുന്നു. അവരൊക്കെ ഇത്രയും പോസിറ്റീവായിട്ട് പറയുമെന്ന് ഞാൻ അറിയില്ലായിരുന്നു. പക്ഷെ അവര് പറഞ്ഞു ഫേസ് വാഷ് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത്രയേ ഉള്ളൂ മാം. പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ചേരാനും ഞാൻ ഒരുപാട് ആദ്യം തന്നെ ഞാൻ ഒരുപാട് ഓൺലൈൻ എനിക്ക് അങ്ങനെ ഒരു ഓൺലൈനിൽ അങ്ങനെ വർക്ക് ചെയ്യണ ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു. പക്ഷെ എന്നെ സുമേഷ് സാറ് ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. പിന്നെ ഷാജി സാറിന്റെ ആദ്യത്തെ പ്ലാൻ പ്രസന്റേഷൻ കേട്ടപ്പോ തന്നെ സാറിന്റെ വാക്ക് കാരണം എനിക്ക് അറിഞ്ഞൂടാ, എല്ലാം എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയോണ്ടാണ് ഈ ഒരു വെസ്റ്റേജിൽ ഞാനിപ്പോ ചെയ്യുന്നത്. എനിക്ക് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നൊന്നുമില്ല, ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണുള്ളത്. അപ്പൊ എനിക്ക് സക്സസ് ആവും എന്നുള്ള എന്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്യും, ഉറപ്പ്. ഓക്കെ മാഡം. അത്രേ ഉള്ളൂ. താങ്ക് യു മാം. താങ്ക് യു വെസ്റ്റേജ്. ഓക്കെ മാഡം, താങ്ക് യു സോ മച്ച്. 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഇവിടെ യാതൊരുവിധ മണി സർക്കുലേഷനും ഇല്ല. നമുക്കറിയാലോ, ഇപ്പൊ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എത്രത്തോളം വാല്യൂഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഷാരി ആരാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ടീം ലീഡർ ഷായി സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാലോ, കൺസിസ്റ്റൻസി നമ്മളെ 100 PV കൺസിസ്റ്റൻസി ചെയ്യുന്നവർക്ക് സാറിന്റെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് സാറിന്റെ വകയായിട്ട് നമുക്ക് ലക്കി ഡ്രോ എല്ലാ മാസവും സാർ ചെയ്തു വരുന്നുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടീം മീറ്റിംഗിൽ നമുക്കിന്ന് ലക്കി ഡ്രോ എടുക്കേണ്ട ഒരു ടൈമായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഷായി സാറിനെ ഇൻവൈറ്റ് ചെയ്യുക. പ്ലീസ് വെൽക്കം. താങ്ക് യു ഭീമ. നമ്പർ നമ്മളെ ലക്കി ഡ്രോയുടെ നമ്പർ സ്റ്റാർ ക്ലബിലെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയായിരിക്കും വിശ്വസിക്കുന്നു. ലീഡേഴ്സ് ചെക്ക് ചെയ്യുക, ആരാണ് ആ ഭാഗ്യവാൻ നമ്പർ ചെക്ക് ചെയ്ത് നോക്കട്ടോ. നമ്പർ 14 സുഷിത അല്ലേ? നമ്പർ 14 ആരും നോക്കുന്നുണ്ടോ? അല്ലേ? നമ്പർ 14 സുഷിത. ഈ മാസം ഭാഗ്യശാലി സുഷിത മാഡം. ഓക്കെ, അപ്പൊ സുഷിതനുള്ള കൺഗ്രാജുലേഷൻ. ഹലോ, കേൾക്കാം. ഓക്കെ, മാഡത്തിനുള്ള കൺഗ്രാജുലേഷൻ അറിയിക്കാം. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജേഷ് സാറിനെയാണ്. അപ്പോൾ രാജേഷ് സാറിന്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടി സാറിനെ ഞാൻ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം രാജേഷ് സാർ. താങ്ക് യു മാം. നേരത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത എല്ലാ ലീഡേഴ്സിനും വളരെ അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറിയ 2-3 പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മളെല്ലാവരും നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡിൽ നിന്ന് മാറി വെസ്റ്റേജ് ബ്രാൻഡിലേക്ക് വരുന്നത് വെറുതെ ഒരു യൂസ് ചെയ്യുക എന്ന് മാത്രം ഉദ്ദേശിച്ചല്ല. നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം കൂടെ ആഗ്രഹിച്ചത് തന്നെയാണ് നമ്മൾ വെസ്റ്റേജുമായിട്ട് കണക്ട് ചെയ്തതും അത് വിടാതെ അതിനോട് ഒരുമിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മുടെ ബ്രാൻ ഓയിലിനെ കുറിച്ചിട്ടാണ്. ബ്രാൻ ഓയിൽ ഞാൻ ആദ്യം വാങ്ങിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയുടെ വില 130 രൂപയാണ്. വെറും 130 രൂപയാണ് വെളിച്ചെണ്ണയുടെ വില. ഇതുവരെ ബ്രാൻ ഓയിൽ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നു. മറ്റൊരു ഓയിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യം സൂചിപ്പിച്ച ഇവിടെ നമ്മളൊരു വരുമാനത്തിന്റെ കാര്യം, എങ്ങനെ വരുമാനം കിട്ടും പിന്നെ എന്നുള്ളതാണ്. നമ്മൾ പല പ്രൊഡക്റ്റുകളും നമ്മൾ പുതിയ ഒരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വലിയ വിലയല്ലേ എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളതിന്റെ യൂസേജ് ആണ് സാധാരണ മറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആ അളവും നമ്മുടെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഒരേ അളവാണെങ്കിലും പിന്നെ അതിന്റെ എത്രയോ ഇരട്ടി നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അതിന്റെ ലാഭകരമായ ഒരു കാര്യം എന്നുള്ളത്. കഴിഞ്ഞ ഓണാഘോഷം, ഈ സ്കൂളിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ബ്രാൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ ഞാനൊരു വോയിസ് ക്ലിപ്പ് പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്താ അതിൽ വന്നതെന്ന് വെച്ചാൽ 5 ലിറ്റർ ഓയിലാണ്, വെളിച്ചെണ്ണയാണ് നമ്മൾ അന്നത്തെ ആ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷെ ഞാൻ ബ്രാൻ ഓയിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് 4 ലിറ്റർ ബ്രാൻ ഓയിൽ കൊണ്ടുപോയി. പക്ഷെ എന്നിട്ട് ആ അന്നത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞിട്ട് 4 ലിറ്ററും അല്ല 3 ലിറ്ററും 3,400 വരെ മാത്രമേ അതിനകത്ത് ചെലവായിട്ടുള്ളൂ. അതാണ് നമ്മുടെ വ്യത്യാസം. നമ്മൾക്ക് എങ്ങനെയാണ് ലാഭം കിട്ടുന്നത്, നമ്മൾക്ക് എങ്ങനെ വരുമാനം കിട്ടുന്നത് എന്നുള്ളതാണ് ഓരോ പ്രൊഡക്റ്റിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ധാരാളം കസ്റ്റമേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സ് നമുക്ക് ഒരു വ്യക്തി ഒരു 2 മാസം മുമ്പേ ബ്രാൻ ഓയിൽ കണ്ടിട്ടാണ് അദ്ദേഹം വാങ്ങിച്ചത്. അദ്ദേഹം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 3ാമത്തെ തവണ ബ്രാൻ ഓയിൽ വാങ്ങിച്ച് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ എന്റെ അപ്ലൈന്റെ സഹായത്തോടുകൂടെ അദ്ദേഹത്തിന് അന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം അദ്ദേഹം പറഞ്ഞത് ഇന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ സൺഡേ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമായിരുന്നു. അപ്പൊ വീട്ടിൽ ചില പലഹാരങ്ങൾ ഉണ്ടാക്കാമെന്ന് വേണ്ടിയിട്ട് ബ്രാൻ ഓയിൽ അത്യാവശ്യമായിരുന്നു. പക്ഷെ അത് രാത്രി തന്നെ ഞാൻ കൊണ്ടുകൊടുത്തു. അവര് വളരെ വളരെ നന്ദി രേഖപ്പെടുത്തി അന്ന് തന്നെ കിട്ടിയത് കൊണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അവരുടെ മദർ ഇൻ ലോ ആണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയാൽ അവര് എതിരഭിപ്രായം വേണ്ടി പറയുന്നത്. പക്ഷെ ആ അമ്മ ഈ നമ്മുടെ ബ്രാൻ ഓയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് തീരുന്നതിന് മുമ്പ് അവര് പറയും തീരാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ള ഇപ്പൊ എന്നെ അത്രയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണമേന്മ. അതുപോലെ മറ്റ് 2-3 പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ ഷെയർ ചെയ്ത 2 പ്രൊഡക്റ്റുകളാണ്. ഒന്ന് നമ്മുടെ അൾട്രാ സ്ക്രബും അൾട്രാ ഗാർഡും, അതായത് ഡിഷ് വാഷും ടോയ്ലറ്റ് ക്ലീനറും. ആ 2ന്റെ ഞാൻ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഡിഷ് വാഷിന്റെ നമ്മൾ എൻ്റെ വീട്ടില് നേരത്തെ ഉപയോഗിച്ച ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും പിന്നെ കൈക്ക് ഡാമേജ് ആയിരുന്നു. ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച അവസ്ഥ വരെ സ്ഥിതിയിൽ നിന്നാണ് വെസ്റ്റീജിന്റെ ഡിഷ് വാഷ് ഉപയോഗിച്ച ശേഷം കൈയുടെ വ്രണങ്ങളൊക്കെ മാറി മരുന്നുകൾ ഉപയോഗിക്കാതെ നമ്മുടെ ഡിഷ് വാഷിന് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ മറ്റൊരു ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടി നിങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്ന് പറയുന്ന നമ്മുടെ തുളസി ഡ്രോപ്സ് എല്ലാവർക്കും എൻ്റെ ഇവിടെയുള്ള എല്ലാം അത്രയേറെ ഗുണം ചെയ്ത ഒരു നമ്മുടെ പഞ്ചതുളസി. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രൊഡക്റ്റായിട്ട് മാറിയതാണ് നമ്മുടെ ആംല. പ്രായഭേദമന്യേ കുട്ടികൾ മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അത്രയും ആംല എപ്പോഴും സ്റ്റോക്കാണ്. 2 ബോട്ടിൽ എപ്പോഴും സ്റ്റോക്കാണ് ഇവിടെ. കുട്ടികളോട് പറയേണ്ട, അവർക്ക് സാധാരണ കഴിക്കുന്നതിന് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നെങ്കിൽ അവര് എണ്ണം കൂട്ടി അവർ തന്നെ കഴിക്കുന്ന ഒരു സ്ഥിതിയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കസ്റ്റമറിന് ഉണ്ടായ ഒരു അനുഭവം അവർക്ക് ഏറ്റവും ആദ്യം 3 പ്രൊഡക്റ്റിന്റെ കാര്യം പറയാം. ഒന്ന് നമ്മുടെ ഡീപ്പ് ക്ലീൻ ഷാമ്പു ആണ്. അവർ പല പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചു, താരനാണ് തിരിച്ചറിഞ്ഞിട്ട് പല പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും മാറാത്ത നമ്മുടെ ഡീപ്പ് ക്ലീൻ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് അവരുടെ താരൻ നിശേഷം വിട്ടുമാറിയതായിട്ട് അവര് ഇങ്ങോട്ട് അറിയിച്ചത്. അവര് തന്നെ ഉപയോഗിച്ച മറ്റൊരു പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മുടെ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ്. പല്ലുകൾക്ക് നിറയെ മഞ്ഞക്കറകൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് അവരത് മാറി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ സഹോദരി വീട്ടിൽ വന്നപ്പോൾ അവര്
അവരോട് ചോദിക്കുകയുണ്ടായി, ഇത് എന്തുകൊണ്ട് എന്റെ മഞ്ഞക്കറികളൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വൈറ്റിംഗ് ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ പേസ്റ്റ് എടുത്തിട്ട് അവരുടെ സഹോദരൻ, അവരുടെ അനുജത്തി എടുത്തിട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി വരെ ഉണ്ടായി. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയത് മറ്റൊരു പ്രൊഡക്റ്റ് പഞ്ചതുളസിയുടെ തന്നെയാണ്. 2 ദിവസം വീട്ടിൽ നിന്ന്, മാസത്തിൽ 2 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത ആ ലേഡി എല്ലാ ദിവസവും പുറത്തു പോകാൻ വേണ്ടിയിട്ട് സാധിച്ചത് നമ്മുടെ തുളസി ഡ്രോപ്സ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ്. പിന്നെ മറ്റൊരാൾക്കുണ്ട്, അവർ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. പക്ഷെ നമ്മുടെ മീറ്റിങ്ങിലൊക്കെ വളരെ പങ്കെടുക്കൽ വളരെ കുറവാണ്. പക്ഷെ അവർക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ക്രീമാണ്. അവര് ക്ലീനിങ്ങിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയായിരുന്നു. അവരെ കാലിലൊക്കെ ഈ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് കാല് വിണ്ട് കീറി ബ്ലഡ് വരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ ഫുഡ് ക്രീം ഉപയോഗിച്ചുകൊണ്ട് നിശേഷം ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ നിശേഷം മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അവർക്ക്. അപ്പോ വളരെ ചുരുക്കി പറയാൻ കുറെ ഇനിയും ലീഡേഴ്സ് നമ്മുടെ ഇവിടെ ഷെയർ ചെയ്യാനുണ്ടാവുന്ന അവരുടെ എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് വളരെ ചുരുക്കി പറഞ്ഞത്. അത് ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്ട്സുകളൊക്കെ പുറമേ തന്നെ ധാരാളം പ്രൊഡക്റ്റുകൾ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഫ്രഷ്നപ്പ്, ബ്രേക്ക്ഫാസ്റ്റ്, ഗമ്മീസ്, അത് പ്രോട്ടീൻ പൗഡർ, കൊളസ്ട്രോൾ, ഇതൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നു. പിന്നെ ഫ്ലാക്സ്, കൊളാജൻ, സപ്പോർട്ട്, വൈറ്റൽ കോംപ്ലക്സ്, റെസ്പോകെയർ, അലോവേര, ഇതൊക്കെ ആദ്യം മുതൽ തന്നെ ഉപയോഗിക്കും. അതുപോലെ മറ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ശതാവരി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഹെയർ, സ്കിൻ, നെയിൽ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ എപ്പോഴും വീട്ടിൽ ഉണ്ട്. അതാണ് പറയുന്നത്. നേരത്തെ ആദ്യം ശ്രീജ മേഡവും അനുശ്രീ മേഡവും പറഞ്ഞ കാര്യമുണ്ട് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട്. ആ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ വെസ്റ്റീജിനോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക എന്നാണ് പറയാനുള്ളത്. വെസ്റ്റീജിനോട് കണക്ട് ആയിട്ടുള്ള പുതിയ ആൾക്കാർ പറയാനുള്ളത് നമ്മൾ പിടി വിടാതിരിക്കുക. പിടിവിട്ടാൽ തീർച്ചയായും നമ്മൾ പുറകോട്ട് മാത്രമേ വീഴുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ പിടിവിടാതിരിക്കുക. എല്ലാവർക്കും ഒരു നല്ലൊരു ആരോഗ്യവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന എൻ്റെ ലീഡേഴ്സിനോട് വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ അനുവദിച്ച സമയം പരമപ്പെടുത്തി വിചാരിക്കുന്നു. ഞാൻ നിർക്കുകയാണ്. ഗുഡ് നൈറ്റ്. വിഷ് യു വെൽത്ത്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ രാജേഷ് സാർ നമ്മളോട് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് പറഞ്ഞു. അപ്പൊ സാർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് സാർ പറഞ്ഞു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ കൊല്ലത്ത് നിന്ന് അൻസർ സാറിനെയാണ്. അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ സ്നേഹപൂർവ്വം അൻസർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അൻസർ സാർ ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു മാം. എന്നെ നല്ല രീതിയിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തു. എന്നാലും ഒന്നുകൂടി ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്യാം. എന്റെ പേര് അൻസർ, കൊല്ലം സ്വദേശിയാണ്. ഞാനൊരു ശബ്ദം ഉയർത്തി പറയാമോ? സൗണ്ട് കുറവാണേ. ആണോ? ഓക്കെ. ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഏകദേശം ഒരു 7 മാസത്തോളമായി ഞാൻ ഈ വെസ്റ്റീജ് വന്നിട്ട്. വെസ്റ്റീജ് വരാൻ കാര്യം, ഞാൻ ഒരു വരുമാനം ആഗ്രഹിച്ച് തന്നെയാണ്, ഒരു ഒക്ക വരുമാനം ആഗ്രഹിച്ച് തന്നെയാണ് എനിക്ക് വന്നത്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ ഒരുപാട് എന്തുകൊണ്ടാണ് ഇതിന് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും എനിക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു പ്രവാസി കൂടിയാണ്. അതിലും രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇതാക്കാൻ പറ്റി. സ്നേഹമുള്ളവരായാലും നല്ല സഹോദരങ്ങളെ പോലെ ആയാലും ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഇപ്പോൾ ഞാനും വ്യക്തികളുള്ള എൻ്റെ ആൾക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ സപ്ലിമെന്റിന്റെ കാര്യം പറഞ്ഞാൽ, എനിക്ക് ഈ മുട്ടുവേദന ഉണ്ട്. മുട്ടുവേദനയ്ക്ക് ഞാൻ ഒരുപാട് ഗുളികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ ഇപ്പോൾ STD സപ്ലിമെന്റുകൾ ഒരു 2-3 ഐറ്റം ഞാൻ കഴിച്ചത് കൊണ്ട് എനിക്ക് വേദനയിൽ നിന്ന് കുറേ ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സപ്ലിമെന്റുകൾ തന്നെ എൻ്റെ വൈഫിനും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സപ്ലിമെന്റുകളാണ്. ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്ന സപ്ലിമെന്റുകൾ. കാൽസ്യം, ഗ്ലൂക്കോസിമെന്റ്, ഫ്ലാക്സ് ഓയിൽ,
പിന്നെ ആംല, നോനി, ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിൽ നിന്നും ചെറിയ ആശ്വാസങ്ങളുണ്ട്. നല്ല പ്രോഡക്റ്റുകളാണ്. അത് കണക്ക് തന്നെ കുക്കിംഗ് ഓയിൽ. കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണയുടെ വിലയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട് കുക്കിംഗ് ഓയിലിനെ കൊണ്ട് തന്നെ. ഇപ്പൊ നല്ല ഫുഡുകളൊക്കെ ആണെങ്കിലും ഞാൻ അതിനകത്ത് ഒരു ദിവസം നമ്മളെ വിശേഷത്തിന് അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി വെച്ചത്. നല്ല ടേസ്റ്റുമായിരുന്നു, നല്ല രുചിയായിരുന്നു അത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഇതിൽ കൂടെ ചെറിയൊരു 7 മാസം ആയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയൊരു വരുമാനം ഞാൻ ഇതിൽ കൂടെ വാങ്ങുന്നുണ്ട്. അതിനും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയതിന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 39 രൂപ മാത്രമായിരുന്നു. ആ ഒരു സന്തോഷം. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൽ നിന്നും ചെറിയൊരു പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്തു. അതിലൊക്കെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ഞാനൊരു കടയിൽ പോയി സാധനം വാങ്ങിച്ചാലോ, ഞാനല്ല എൻ്റെ വൈഫാണ് പോയി സാധനം വാങ്ങിക്കുന്നെങ്കിലും ഞങ്ങൾക്കൊരു ഫ്രീ പ്രോഡക്റ്റ് അങ്ങനെയുള്ള ഒരു ഐറ്റങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല ഇന്നേ വരെ. എനിക്ക് ഒരു 4 മാസം കണ്ടിന്യൂ ആയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് എനിക്ക് 2515 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്തു. അതിലും ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഇതുമുണ്ട്. ഈ ബിസിനസ് എന്നും കൈവിടാതെ തന്നെ മുന്നോട്ട് പോകുന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഒരു മേഡമായിരുന്നു അന്നാന്ന് പറയും. അന്ന് പറഞ്ഞൊരു മേഡമായിരുന്നു എന്നെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ പ്ലാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ പ്ലാൻ 1-2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇതിനകത്തോട്ട് കൂടുതലായിട്ടും ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ ഇപ്പൊ ഒരുപാട് ലീഡർമാര് എന്നെ സപ്പോർട്ട് ചെയ്യാനും അത് കണക്ക് തന്നെ രാജു സാറ്, ദീന മാം, ഷംന മാം, അങ്ങനെ മുംതാസ് മാം, അങ്ങനെ ഒരുപാട് പേര് എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കൂടെ ഒരു നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളോടെ തന്നെയാണ്. എനിക്കും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ കൂടെയാണ് എനിക്ക് നടക്കാതെ പോകുന്നുള്ള ഒരു സ്വപ്നമായിരുന്നു അത്. പക്ഷെ ഇപ്പോ ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ സ്വപ്നം നിറവേറ്റാനായി. അത് നടക്കുമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ ഇപ്പൊ മുന്നോട്ട് പോകുന്നതും ഇത് വെസ്റ്റീജിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് നാള് വരെ ഇങ്ങനെ പോകണം. ഒരുപാട് ആഗ്രഹങ്ങൾ ഇതിൽ കൂടെ സാധിച്ചെടുക്കണം. എല്ലാവരെയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ തന്നെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഒരു കെയറിങ് എന്ന് പറയുന്നുണ്ട് എങ്ങനെ, അതേപോലെ തന്നെയാണ് എനിക്ക് ഒരുപാട് കെയറിങ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ താഴോട്ട്, എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഞാൻ താഴോട്ട് പോയി കാണണമെന്നുള്ള ഒരുപാട് പേര്. ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയാ, ഞാൻ എൻ്റെ കുടുംബത്തിലൂടെ ആയിരുന്നു കിടന്നതും ഇതാക്കിയിരുന്നത്. പക്ഷെ അവര് തന്നെ നമ്മളെ, എൻ്റെ ഫാമിലിയും തകർക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ അവരെ മുമ്പിൽ എനിക്ക് വിജയിച്ച് കാണിക്കണം, നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് തന്നെ. അത് അവരെ മുമ്പിൽ എനിക്ക് വിജയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അവരെ മുമ്പിൽ എനിക്ക് വിജയിച്ച് കാണിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഇത്. താങ്ക് യു. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. അത് കണക്ക് തന്നെ ഓരോരുത്തരും ഈ വെസ്റ്റീജുമായി ഇതിനകത്ത് പരാജയം എന്നുള്ളത് ആർക്കും ഇല്ല. ഫിറ്റ് ചെയ്ത് മാത്രം പോയാൽ മാത്രമാണ് ഇതിനകത്ത് ആർക്കും പരാജയമുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, ഇതിൽ ജോയിൻ ആയിരിക്കുന്ന ആരായാലും ഇതിന് കുറ്റിയായിട്ട് പോകാതെ മുറുക്കെ പിടിക്കുക. രക്ഷപ്പെടാൻ ഒരു മാർഗമാണ്. അതിനെ ദൈവമായിട്ട് കൊണ്ടു തന്നതാണ് വിചാരിച്ചുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് അൻസർ സാർ. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാൻ സമയമുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് സമയം കൂട്ടിയിട്ട് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒന്ന് കൈയുയർത്തി കാണിച്ചു കഴിഞ്ഞാൽ സാറ് നിങ്ങളെ അൺമ്യൂട്ടാക്കി തരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ
നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് മറ്റു പലർക്കും യൂസ്ഫുൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പറയാനായിട്ട് ശ്രമിക്കുക. ആർക്കെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ സാറ് നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതു മേഡം. ശിവകുമാരേട്ടനുണ്ട്, ശിവകുമാരേട്ടൻ. ഉണ്ടോ? VP ശിവകുമാർ. സാർ. ഓക്കെ. അടുത്തായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്ന് ശിവകുമാർ സാറിനെയാണ്. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ് ഷെയറിംഗിന് വേണ്ടി സാറിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ശിവകുമാർ സാർ. ഗുഡ് മോർണിംഗ് ടു ആൾ. സ്പെഷ്യലി എൻ്റെ അപ്ലൈന് രാജു സാറ്. കാരണം എനിക്കൊരു സോറി പറയാം. കഴിഞ്ഞ ആഴ്ച കയറണമെന്ന് പറഞ്ഞതായിരുന്നു, എനിക്കത് കയറാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നല്ല അംലയും പഞ്ച് തുളസി നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയ രണ്ടായിട്ടാണ്. കാരണം ഈ മിക്കവാറും പനിയും കഫക്കെട്ടുമായിട്ടൊക്കെ മോളുണ്ട് ഹോസ്പിറ്റലിൽ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം അതിനൊരു ശമനം വന്നിട്ടുണ്ട്. പിന്നെ ശതാവരി മിക്സ്, അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. വൈഫിൻ്റെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇത് എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല എടുത്തു പറയത്തക്ക മാറ്റം വരാനുള്ള ടെസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. ചെയ്ത് നോക്കിയിട്ട് എന്നാലും മാറ്റങ്ങളുണ്ട്. നമുക്ക് തന്നെ കൊളാജിന്, മുട്ടുവേദനയ്ക്ക് നല്ലതായിരുന്നു. ആ മുട്ടിനകത്ത് പിന്നെ കാല് വരുമ്പോഴും മുട്ട് മടക്കുമ്പോൾ ഗിരിഗിര ഉള്ള ശബ്ദം മാറി കിട്ടി. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എല്ലാ പ്രോഡക്റ്റും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള നല്ല പ്രോഡക്റ്റുകളാണ്. ഗമ്മീസ് ഉണ്ട്, കുട്ടികൾക്കുള്ള ഗമ്മീസ് നല്ല നല്ല ഐറ്റമാണ്. കൊടുക്കുന്നുണ്ട്. ഷാമ്പു, താരൻ കളയാനുള്ള ഷാമ്പു, നല്ല ഷാമ്പു ആണത്. താരനൊക്കെ ഒരുവിധം എല്ലാം പോയി, പൂർണ്ണമായിട്ട് താരന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഒരു പോക്കിന് 2500 രൂപ ഡോക്ടർക്ക് കൊടുക്കണമായിരുന്നു. അതെന്തായാലും ഒഴിവാക്കി കിട്ടി. ഈ ഷാമ്പു ഉപയോഗിച്ച് താരം പോകുന്നുണ്ട്. ഇനിവേ ഇനിയിപ്പം മറ്റ് പ്രൊഡക്റ്റുകൾ കുറെയൊക്കെ വാങ്ങിക്കണുണ്ട്. കോസിമിൻ വാങ്ങിക്കണം. ഇപ്പൊ 28 കഴിഞ്ഞിട്ട് അടുത്ത 2-ാം തീയതി വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്.